ഫാർമർ രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് സ്വന്തമായി ചെയ്യാം എന്നാണ് നോക്കുന്നത്. agristock.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫാർമർ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു OTP വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP വരും. OTP സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ആധാർ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത കോളത്തിൽ ചോദിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ ലോഗിൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ലോഗിൻ ID നമ്മുടെ ഫോൺ നമ്പർ തന്നെ ആയിരിക്കും. പാസ്വേഡ് നമുക്കിഷ്ടമുള്ള ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സക്സസ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറണം. ഇത് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ പുതിയ കരമടച്ച രസീതിൻ്റെ കോപ്പി ഉണ്ടാവണം. അതുപയോഗിച്ച് വേണം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന്. ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ആസ് ഫാർമർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റണമെങ്കിൽ മാറ്റാം. അതിൽ നമ്മുടെ കാസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യണം. നമ്മുടെ കാസ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫാർമർ ഓണർ ഫാർമർ ലാൻഡ് ഓണർഷിപ്പ് ഓണർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ജില്ല കൊടുക്കാം. താലൂക്ക് വേണം സെലക്ട് ചെയ്ത് കൊടുക്കണം. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കരമടച്ച രസീതിൽ കാണുന്ന ബ്ലോക്ക് നമ്പർ എന്ന് പറഞ്ഞ് തന്നെ കരമടച്ച രസീതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നതാണ്. അത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിൽ നിന്ന് സ്ലാഷ് അല്ലാതെ നേരെയുള്ളൊരു വര പോലൊരു കീ കാണും. ആ കീ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സർവേ നമ്പർ ടൈപ്പ് ചെയ്യുക. അത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം സർവേ നമ്പറിലാണ് സബ് ഡിവിഷൻ കൊടുക്കേണ്ടത്. അതിപ്പം 3 ആണെങ്കിൽ 3 അല്ലെങ്കിൽ ഹൈഫൻ എന്നൊക്കെ പറഞ്ഞ് കാണും. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേരിലുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും. അതിനുശേഷം നമ്മുടെ കരമടച്ച രസീതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി അതിൽ നിന്നും
നമ്മുടെ പേരിലുള്ള നമ്മുടെ ഈ സർവേ നമ്പറിലുള്ള സ്ഥലം സെലക്ട് ചെയ്യേണ്ടതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളെല്ലാം ചോദിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. എത്ര സർവേ നമ്പർ ഉണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കണം. അതിനുശേഷം ലാൻഡ് ഡീറ്റെയിൽസ് ആൻഡ് ഓൺ ലാൻഡിൽ വെരിഫൈ ഓൾ ലാൻഡ്സ്, ഇതെല്ലാം നമ്മുടെ കരോട് ഉള്ളതാണെങ്കിൽ മാത്രം വെരിഫൈ ഓൾ ലാൻഡ്സ് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഏതാണോ ഉള്ളത് അത് മാത്രം വെരിഫൈ ടിക്കറ്റ് കൊടുക്കാൻ ഉള്ള ഓപ്ഷനും ഉണ്ട് അതിൽ. ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ അഗ്രികൾച്ചർ കൊടുക്കുക. അതിനുശേഷം ഇ സൈൻ പ്രൊസീഡ് ചെയ്യുക. ഒരു ഓതറൈസേഷൻ ഉണ്ട്, കോളത്തിൽ ടിക്കറ്റ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ അടിച്ച് അതിലേക്ക് ഒരു OTP വീണ്ടും വരും. ആ OTP നമ്മുടെ ഫോണിലേക്കാണ് വരുന്നത്. ഫോണിലേക്ക് വരുന്ന OTP കാണുന്ന സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ രജിസ്ട്രേഷൻ. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ചെയ്യേണ്ട വിധം കമൻറ്റ് ബോക്സിൽ ടെക്സ്റ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത് നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്.